ക്രിസ്തീയ സമൂഹം കേരളത്തിന് പുറത്തും ഈ ഓണാഘോഷങ്ങൾ എങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. ചില ദേവാലയങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് ഇലയിട്ട് ഓണസദ്യ പള്ളിയുടെ ഉള്ളിൽ തന്നെ നടത്തുന്നത് കണ്ടു. പള്ളിക്ക് പുറത്ത് പൂവിരിച്ച് ഓണക്കളികളൊക്കെ ആയിട്ട് ഒരു ഗൃഹാതിരത്വം തോന്നുന്നു. ഓണത്തിൻ്റെ ഒരു സംഭവബഹുലമായ ഒരു കാലഘട്ടം നാട്ടിലെ പള്ളികളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ള മലയാളി പള്ളികളിലും ഈ ഓണാഘോഷം ഗംഭീരമായിട്ട് പള്ളികളിലെ ഉത്തരവാദിത്തത്തിൽ പള്ളികളിലെ ഒരു പെരുന്നാൾ പോലെ തന്നെ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് വളരെയധികം ചർച്ചകൾക്ക് വിഷയമാകുന്നു. പല മത മേലധ്യക്ഷന്മാരും ഈ ചടങ്ങുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ പുറകിലെ പിന്നാമ്പുറ കഥകൾ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ചിലർ ആശയങ്ങളെപ്പറ്റി സംസാരിക്കുന്നു, ചിലർ സംഭവങ്ങളെപ്പറ്റി സംസാരിക്കുന്നു, ചിലർ വ്യക്തികളെപ്പറ്റി സംസാരിക്കുന്നു. അങ്ങനെ 3 തലങ്ങളിലാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഉത്സവങ്ങൾ എങ്ങനെ ആചരിക്കണം, ഏത് രീതിയിൽ നടപ്പാക്കണം, എന്തൊക്കെയാണ് ഉത്സവങ്ങൾ? ക്രിസ്തീയ പെരുന്നാളുകൾ ക്രിസ്തീയ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശ്വാസങ്ങൾ മാത്രമാണ് ഉത്സവങ്ങളായിട്ട് ആഘോഷിക്കുന്നെങ്കിൽ അതിനകത്ത് തർക്കമില്ല. എന്നാൽ മറ്റുള്ള സഭകൾ മറ്റുള്ള വിശ്വാസങ്ങളുടെ ഉത്സവങ്ങളോട് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ അനുനയിപ്പിച്ചിട്ട് അതിനെ സങ്കീർണമാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതാണ് ഈ ചർച്ചകൾ സംസാരിക്കുന്നത്. നമ്മൾ ഏശയ്യായുടെ പുസ്തകം 33-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉത്സവത്തിൻ്റെ നഗരമായ സിയോനെ നോക്കുക, അവിടുത്തെ യെരുശലേം എന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ അബോർഡാണ് എന്ന് തുടങ്ങുന്ന ആ വാക്യങ്ങൾ എത്ര മനോഹരമായ വാക്യങ്ങളാണ്. ഉത്സവ നഗരങ്ങളെ പറ്റി പറയുന്നത്. ഉത്സവങ്ങൾ നമ്മുടെ ജുഡായ ക്രിസ്ത്യൻ വാല്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പുതിയ രാജ്യം കണ്ടുപിടിച്ചിട്ട് പുതിയ അമേരിക്കയെ പറ്റി ചർച്ച ചെയ്തപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതി വരുന്നു, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഉത്സവങ്ങളെ പറ്റി ആഘോഷങ്ങളെ പറ്റിയുള്ള ഒരു റൈറ്റ് സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസ പ്രമാണം ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ ഇത്രയധികം ഉത്സവങ്ങൾ ആചരിക്കുന്ന ഒരു സമൂഹം യഹൂദ സമൂഹത്തിലില്ല. അവർ വളരെയധികം ആചാരങ്ങളുണ്ട്. അത് ഈ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ചില കണ്ണികളാണ്. സാമൂഹിക പ്രതിബദ്ധത, സാമൂഹികമായിട്ട് നമ്മളെ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണികളാണ് ഈ ഉത്സവങ്ങളായിട്ട് മാറേണ്ടത്. കേരള സമൂഹത്തെപ്പറ്റി പറയുമ്പോൾ, മലയാളി സമൂഹത്തെപ്പറ്റി പറയുമ്പോൾ ഓണമല്ലാതെ നമുക്ക് എന്താണുള്ളത്? മലയാളിയെ ഒന്നിപ്പിക്കുന്ന ഒരു വിഷയം വേറെ എന്താണുള്ളത് ഓണമല്ലാതെ? അത് ഓണം പിന്നെ ക്രിസ്തീയ വിശ്വാസത്തിന് ചേർന്നതല്ല എന്നുള്ള രീതിയിൽ മാറ്റിക്കളയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമാണ്. പക്ഷേ എന്നാലും ഹിന്ദുക്കളും അവിടെ നക്ഷത്രങ്ങളൊക്കെ വിളക്കുകൾ തൂക്കി ആ ആഘോഷത്തിൽ പങ്കുചേരാറുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഭാഗമല്ല, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആഘോഷമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പങ്കുവെക്കുന്നൊരു വലിയ സമൂഹത്തിൻ്റെ ഒരു തുറന്ന സമീപനം പണ്ടുണ്ടായിരുന്നു. അത് ഇന്ന് വളരെയധികം വർഗീയതയുടെ വിത്തുകൾ പാകിയിട്ട് മനുഷ്യനെ വിഭജിക്കുന്ന ഒരു വർഗീയത ഒരു കെട്ടുപാട് കുറേ വർഷങ്ങളായിട്ട് കേരള സമൂഹത്തിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല, മലയാളി താമസിക്കുന്ന അമേരിക്കയിലാണേലും യൂറോപ്പിലാണേലും എല്ലായിടത്തും ഈ വിഷവിത്തുകൾ, വർഗീയതയുടെ വിഭാഗീയതയുടെ വിത്തുകൾ വല്ലാണ്ട് മതിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഓണമാണ് വീണ്ടും നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഓണം ആഘോഷിക്കണം. പക്ഷേ അതിന് ചില നിയന്ത്രണങ്ങൾ നമ്മൾ സ്വതവേ കൊണ്ടുവരണം, ഉണ്ടായി വരിക തന്നെ ചെയ്യും. ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ്. കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് ഓണം ആണ് അവരുടെ ഗൃഹാതുരത്വം. ഒരു ഇലയിട്ട് ഊണുക, മുണ്ട് കൊടുത്ത് സെറ്റ് മുണ്ടുമൊക്കെ എടുത്ത് പൂക്കളമൊക്കെ ഇട്ട് നാടുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു വലിയ ആഘോഷമാണ്. ഇത് അമേരിക്കൻ മലയാളികളെ സമൂഹത്തെ വെച്ച് പറ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 1% ആൾക്കാർ മാത്രമേ കേരള സമാജങ്ങളും മറ്റ് മലയാളി സമാജങ്ങളിലൊക്കെ പോകാനായിട്ട് അവർക്ക് സമയവും സൗകര്യവും കിട്ടുന്നുള്ളൂ. അപ്പോൾ വലിയൊരു കൂട്ടം ആൾക്കാർ അവരുടെ ആകെ സാമൂഹ്യ ഘടന എന്ന് പറയുന്നത് ദേവാലയങ്ങളാണ്. ആ ദേവാലയത്തിൽ ഒരു വർഷം
അവർ ഒന്നിച്ചുകൂടി ഒരു ഓണസദ്യ ആഘോഷിക്കുക, കേരള തനിമയിൽ ഒരുങ്ങുക എന്നുള്ളത് അതവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഘടകമാണ്. ഈ ജീവിച്ച് തീരുന്ന ഈ കണ്ണികൾ നമ്മുടെ പുതിയ കാലഘട്ടം അവസാനിപ്പിച്ചിട്ട് പുതിയൊരു തലമുറ ഇത് ഏറ്റെടുക്കുമ്പോൾ അവരൊരിക്കലും ഈ ഓണം ആഘോഷിച്ചൊന്നും വരികയില്ലായിരിക്കും. അതുപോലെ നമ്മുടെ അവസാനത്തെ ഒരു കണ്ണിയുടെ ഒരാഘോഷമായിട്ട് വേണം ഇതിനെ കാണാൻ. നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, വി ബിലോങ് ടു കേരള, വി ബിലോങ് ടു ദി മലയാളി സംസ്കാരം എന്നുള്ള ആ സംസ്കാരം. രണ്ടാമതൊരു ദേഴ്സ് എ പർപ്പസ്. ഇതിന് പുറകിലൊരു മിസ്റ്റേക്ക് സ്റ്റോറി ഉണ്ടായിരിക്കാം. ആ സ്റ്റോറി നന്മകളുടെ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല.